അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലേ തുമ്പമലരിനും ഇടമില്ലേ അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലേ തുമ്പമലരിനും ഇടമില്ലേ പ്രണവമുഖരിതമാമി പ്രകൃതിയിൽ പ്രണയമധുനൈവേദ്യവുമായി വിരിയും മലരിൻ ഇതളിൽ ഹരനുടെ തിരുമിഴി തഴുകുകില്ലേ അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലേ തുമ്പമലരിനും ഇടമില്ലേ ശ്രീ പോലെ മുന്നിലാരോ ചൂടി കാടും കർണികാരം സ്വർണശോഭം പൂജാമന്ത്രം പോലെ നീളെ കൂനിനതമുയർന്നു മതകരങ്ങൾ ഗിരിതടങ്ങൾ അടവിതൻ ഹൃദയരാഗമരുവി പാടി കളകളമാതി വിഭാത ശ്രീ പോലെ മുന്നിലാരോ കവർന്നു ഹരപാല നേത്രമുടനുഴറിയുണരവേ പുഷ്പബാണനൊരു മാത്ര കൊണ്ടു ചുടുഭസ്മമായി രതി ഹൃദയമുരുകവേ ഉയർന്നു കേളി താളമുടു നിര ഉണർന്നു ധൂളി പടലമുയരവേ Thank you. രാഹുലേട്ടാ ദിഗംബരൻ ഫ്ലോറിൽ ചലഞ്ച് റൗണ്ടിൽ ദിഗംബരൻ ഫ്ലോറിൽ കുട്ടപ്പാ ഓ സാർ മോനെ നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു സാർ. വെരി ടഫ് സോങ് ചിത്ര ചേച്ചി പാടിയ അല്ലേ? അതെ. അത് ഈ പറഞ്ഞൊരു ഈ ചലഞ്ച് റൗണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു മെയിൽ വോയിസിൽ നമുക്ക് ഒരിക്കലും കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു പാട്ടാണ്. ചലഞ്ച് ഏറ്റെടുത്ത് വന്നു അത് തന്നെ കേട്ടോ. പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മോനെ ലോ രജിസ്റ്റേഴ്സ് കുറച്ച് ഇച്ചിരി കൺട്രോള് കുറവായിട്ട് ഫീൽ ചെയ്തിരുന്നു. മറ്റേ അനുപല്ലവിയിലല്ലേ ബേസിലേക്ക് പോകുമ്പോ അല്ലേ? പിന്നെ ഉടനെ അത് മേലേക്കും പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സഡൻ അത് ഈ പറഞ്ഞ ചിത്രാമേനെ പോലെയുള്ളൊരു എന്താ പറയുക, അങ്ങനെ ഒരാൾക്ക് മാത്രമേ റെൻഡർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പാട്ടാണ് അത് തന്നെ. അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി അങ്ങനെ ഒരു കമ്പാരിസൺ സ്റ്റഡിയിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു മോനെ ഇച്ചിരി ബേസ് റേഞ്ച് ഇച്ചിരി ടഫായിരുന്നു എന്ന് തോന്നി. പക്ഷെ അതർവൈസ് പാടിയ രീതി, മോനത് എങ്ങനെ പഠിച്ചു പ്രസന്റ് ചെയ്തു എന്നുള്ളത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. താങ്ക് യു സാർ. ആൻഡ് നമ്മുടെ ഓർക്കസ്ട്ര ഒരു രക്ഷയില്ല, എന്താ പറയാ. ആ സപ്പോർട്ട് ഈ പറഞ്ഞ പോലെ മോനൊരു പതുപതുത്ത മെത്ത പോലെ
അങ്ങനെ മോനെ സപ്പോർട്ട് ചെയ്തു ഓർക്കസ്ട്ര കേട്ടോ. അത് യു ഹാവ് ടു താങ്ക് ദം ഫോർ ദാറ്റ്. താങ്ക് യു. എനിക്ക് തോന്നിയതാണ് മോനെ. അതുപോലെ ഓപ്പണിംഗ് വെരി ഫസ്റ്റ് ഓപ്പണിംഗ് അമ്പളിക്കല, ഇതെന്താ എല്ലാവർക്കും ഓപ്പണിംഗ് ആ ഫസ്റ്റ് വേർഡ് വരുമ്പോൾ അങ്ങോട്ട് ശ്രുതി ലയിക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിക്കപ്പ് ചെയ്തു വെരി ഫസ്റ്റ് വേർഡ്. അപ്പം നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ശ്രുതി പിടിച്ച മെൻ്റലി നമ്മൾ ആ ശ്രുതിയിലോട്ട് കയറാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. അതാ ഫസ്റ്റ് ലൈൻ. പല കുട്ടികളെയും ഞാൻ ശ്രദ്ധിക്കുന്ന ആദ്യത്തെ വേർഡ്, ഒരു ഇൻട്രോ ഉണ്ടെങ്കിൽ ആദ്യത്തെ വേർഡ് പെട്ടെന്ന് ശ്രുതി ചേരാനൊരു 1.5 സെക്കൻഡ് ലാഗുണ്ട്. അത് കഴിയുമ്പോൾ ഓക്കെ ആവും. അതൊക്കെ ഇനിയുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ബട്ട് അതേഴ്സ് ഈ ചലഞ്ച് ഏറ്റെടുത്തതിലും വലിയൊരു കൈയടി കേട്ടോ. താങ്ക് യു സാർ. God bless. Thank you, രാഹുലേട്ടാ. ചേച്ചി ബദ്രി, ഓ മാം. നല്ല പാട്ടാണ് ബദ്രി എടുത്തുകൊണ്ടത്. എനിക്ക് ബദ്രിയോട് വേറൊന്നും പറയാൻ തോന്നില്ല. അത്രയും നിഷ്കളങ്കമായൊരു മുഖമാണ്, വളരെ നിഷ്കളങ്കമായൊരു മുഖം. ഇങ്ങനെ തന്നെയാണോ? അല്ലേ കൂട്ടുകാരോട് ചോദിക്കാം, ബദ്രി ഇങ്ങനെയാണോ? ആണ്. എന്താ അല്ലാന്ന് പാവമാണ്, അച്ഛൻ. പാവമാണ്. പാവട്ടെ, ഞാൻ വെറുതെ പറഞ്ഞു. ബദ്രി നന്നായി പാടി. താങ്ക് യു മാം. ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പറയാനില്ല. ഇപ്പം രാഹുൽ ചേട്ടൻ പറഞ്ഞ പോലെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു പ്രോബ്ലം, സ്റ്റാർട്ടിങ് ട്രബിൾ. പിന്നെ ബാക്കി പാട്ട് അങ്ങോട്ടേക്കുള്ള ചില സംഗതികളൊക്കെ വളരെ മനോഹരമായിരുന്നു കേൾക്കാൻ. താങ്ക് യു മാം. അതായത് പ്രത്യേകിച്ച് നിൻ തിരുജടയിലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു ക്ലാസിക്കൽ പഠിച്ച ഒരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലാവും, ജ്ഞാനസ്ഥനാണെന്ന് മനസ്സിലാവും. അതുപോലെ പല വാക്കുകൾക്ക് കുറച്ചുകൂടി ഒരു സ്പഷ്ടമായിരുന്നു കേൾക്കാൻ, നമുക്ക് നല്ല ഇമ്പം തോന്നും. അപ്പം അത് മാത്രമല്ല, ഈ പാട്ട് ചിത്രചേച്ചി പാടിയ പാട്ട് നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ടഫാണ് ഈ പാട്ട്. അത് ബദ്രി എടുത്ത് ബദ്രിയുടേതായ രീതിയിൽ വളരെ വളരെ നിഷ്കളങ്കമായ ഒരു മുഖത്തോടു കൂടി നല്ലൊരു പുഞ്ചിരിയോട് കൂടി പാടി എന്നുള്ളതാണ്. ഇത്തിരി സാധാരണ ഇങ്ങനെ ടഫ് പാട്ടൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ആളുടെ മുഖത്തൊക്കെ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ബദ്രി ആദ്യം മുതൽ അവസാനം വരെ റഫീ സാബിനെ മാരിയൊക്കെ ഒരു പുഞ്ചിരിയോട് കൂടി പ്ലസന്റ് ആയിട്ട് പാടി പാട്ട്. താങ്ക് യു മാം. ഭാഗ്യത്തിന് വറ്റലും വിഴുങ്ങലൊന്നും ഒന്നും ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു ആദ്യമേ വെള്ളമൊക്കെ കുടിച്ച് സെറ്റായി റെഡിയായി നിൽക്കുമായിരുന്നു. അതെ. അതും പാട്ടിനകത്ത് ചില ക്ലാസിക്കൽ കർണാട്ടിക്കിലുള്ള ചില നുവാൻസസ് ഉണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് ആ കർണാടക സംഗീതം ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ അലയടിക്കും. ആ സംഗതികളൊക്കെ മനോഹരമായിട്ട് പാടി. താങ്ക് യു മാം. ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. അപ്പം ഇനിയും ഇതിനകത്ത് ചെറിയ ഫൈൻനെസ് നമുക്ക് കൊണ്ടുവരാം. എപ്പോഴും ഒരു സിംഗറുടെ മനസ്സിൽ ഇനിയും നന്നാക്കാം എന്നുള്ള ഫീലിംഗേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും അത് പെർഫെക്റ്റ് ആവുന്നില്ല. ഇനിയും നന്നായി പാടാൻ പറ്റും. നല്ലോണം പ്രാക്ടീസ് ചെയ്യുക ബദ്രി, കാരണം യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു മാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു മാം. ശരത് സർ. മക്കളെ, ഓ സാർ. നീ ഇത്രത്തോളം നല്ലവനായിരുന്നു അറിഞ്ഞില്ല മോനെ. ആരും പറഞ്ഞില്ല. മക്കളെ, നന്നായി പാടിയടാ. താങ്ക് യു സാർ. ആദ്യം അത് നമ്മള് ഇപ്പൊ ഇവരൊക്കെ പറയുന്ന പോലെ തുടക്കം മാംഗല്യം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു തന്തുനായി ആയിപ്പോയത്. പക്ഷെ ബാക്കി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ നന്നായി. അത് കുറെ കൂടെ കൂളായിട്ടിരുന്നാ മതിടാ. ഇവൻ ചിരിക്കാത്ത ഒരുത്തനായിരുന്നു, ഇപ്പൊ ചിരി നിർത്താൻ വയ്യ. ഇപ്പോഴും ചിരിക്കും. അവൻ ഫുൾ ടൈം അങ്ങ് ചിരിക്കുക. മോനെ, ഒരു നോർമൽ അവസ്ഥയുണ്ട്. ഉറങ്ങുമ്പോഴെങ്ങനെ നീ ഇങ്ങനെയാണോ? സാധാരണ അതവൻ കാണാറില്ലല്ലോ. അല്ലെന്ന്. ഔട്ട് ഓഫ് ദ വേൾഡ്. ഇനി മേലാ വേണ്ടി പോലും മക്കളെ. അപ്പൊ പ്രധാനമായിട്ട് അതാണ്. പിന്നെ എന്തോന്നിത്, പിന്നെ മക്കളെ അമ്പിളിക്കല ഒന്ന് പാടാമോ? അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിൽ നിൻ തിരു നിൻ തിരു നിൻ തിരു നിൻ തിരു നിൻ തിരു നിൻ തിരു. അത് കേട്ടാലേ അതിനൊരു ഗുണമുള്ളൂ കേട്ടോ. അത് മക്കൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അത് മതി. പിന്നെ പ്രകൃതിയിൽ അത് പാടാമോ? പ്രണവമുഖരിതമാമി പ്രകൃതിയിൽ 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 ബൃഹാ പാടിയില്ലാണ് കൂടെ. പ്രകൃതിയിൽ പ്രകൃതിയിൽ അത് എപ്പോഴും നോക്കണം. അതുപോലെ കർണികാരം വരുന്ന ആ ലൈനൊന്ന് പാടാമോ മോനെ? ആദിവിഭാതശ്രീ പോലെ മുന്നിലാരോ. ഒന്നും കൂടെ മോനെ.
ആദിവിഭാത ശ്രീ ശ്രീ പോലെ ഓക്കെ. പിന്നെ മോനെ ഈ മുഖം ഉതിർന്നു അതൊരു ടോപ്പ് നിർത്തുന്നില്ലേ, അത് കുറച്ച് സോഫ്റ്റായിട്ട് നിർത്തും മോനെ. വല്ലാണ്ട് കത്തിയെടുത്ത് കുത്തിയ പോലെ ഇരുന്നടാ അത്. ഉയർന്നു അങ്ങനെ ഒരു മുദ്രാവാക്യം ലെവലിരുന്നത് അത് കുറച്ച് പൂജാമന്ത്രം പോലെ നീളെ നിനദമുയർന്നു. ആഹാ എന്ന് പറഞ്ഞ് ഇത്രയും അങ്ങ് സോഫ്റ്റ് ആക്കണേ, പറഞ്ഞാൽ ഉടനെ അങ്ങ് അക്ഷരാർത്ഥത്തിൽ അർത്ഥം കൊടുക്കരുത്. ഞാൻ നുടന്നു അങ്ങനെ പാടരുതെന്നാ പറഞ്ഞത്, അത് കുത്തുന്ന പോലെ ഇരിക്കും. കാരണം അതൊരു കൂഹു ബേസിലും പെട്ടെന്ന് വരുമ്പോൾ അത് കൺട്രോൾഡ് ആയിരിക്കണം മോനെ. കാരണം നമ്മൾ താഴെ നിന്നെ കണ്ടു ഞാൻ ഒരു നീ വന്നോ നിന്നെ അങ്ങനെ പാടിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. രണ്ടുപേരും അവിടെ നിന്ന് ചാടി ഞാൻ പറയാം മോനെ, അത് എപ്പോഴും അത് മനസ്സിൽ വെച്ചാൽ നമ്മുടെ ആ റേഞ്ച് താഴെ പാടിയും മുകളിൽ പാടി ഒരുപോലെ ഇരിക്കണം കേട്ടോ, ഒരേ ലെവല്. ആ ലാസ്റ്റ് ധൂളി പടലം ഉയരവേ അല്ലേ, ഒന്ന് പാടാമോ? അത് മാത്രം മതി. പുഷ്പബാണനൊരു മാത്ര കൊണ്ടു ചുടുഭസ്മമായിരതി ഹൃദയമൊരുകവേ ഉയർന്നു കേളി താളമുടു നിര ഉണർന്നു ധൂളി പടലമുയരവേ. ആ നോട്ട് എന്താണ്? ആ അത് സ്വരം പറയണ്ട, നോട്ട് പറഞ്ഞാൽ മതി. ഉയരവേ ആണോ? ഉയരവേ. ആ സ്ട്രേറ്റ് അതാണ്. അപ്പൊ അതിനൊരു ക്ലാരിറ്റി ഉണ്ടായാൽ മതി, വേറെ ഒന്നുമില്ല മക്കളെ. അത്രേ പക്ഷെ ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു ഇന്ന് പാടുന്ന കാണുന്നു കേട്ടോ. താങ്ക് യു സർ. ചക്കരയ്ക്ക് എപ്പോഴും ആ ചിരി നിന്റെ കൂടെ ഉണ്ടാവട്ടെ. ഓൾ ദ വേ. താങ്ക് യു ശരത് സർ. ഓക്കെ, ഇനി ചോദിക്കാം. മഞ്ജരി ചേച്ചി. ഭദ്രി 8.8. ഓ 8.8. രാഹുലേട്ടാ. ചക്കരക്കുട്ട ഓ സർ 8.5. താങ്ക് യു സർ. താങ്ക് യു ബദ്രി സർ. 8.8. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. സോ ടോട്ടൽ 26.1. ഓക്കേടാ. താങ്ക് യു.